തിരികെ വാർത്തയിലേക്ക്. ബിജെപിയുടെ സംസ്ഥാനതല ശില്പശാല ഇന്ന് തൃശൂരിൽ നടക്കും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളടക്കം യോഗത്തിൽ വിലയിരുത്തുമെന്നാണ് വിവരം. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ, അപരാജിത സാരംഗി MP, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവരും പങ്കെടുക്കും. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സാനു കെ സജീവുണ്ട്. സാനു, എപ്പോഴാണ് ആരംഭിക്കുക? നേതാക്കളൊക്കെ എത്തി തുടങ്ങിയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കം, അതിനൊപ്പം തന്നെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിനൊക്കെ മുന്നോടിയായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുക, അല്ലെങ്കിൽ പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം നൽകുക, അതിനു വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടുള്ള ഒരു യോഗമാണ്, ശില്പശാലയാണ് ഇപ്പം നമോഭവനിൽ അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. അതായത് BJPയുടെ 30 സംഘടനാ ജില്ലകളിൽ നിന്നുള്ള ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന നേതാക്കളും അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ശില്പശാലയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. അതായത് ഈ തൃശ്ശൂരിൽ യോഗം നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയ പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയോജകമണ്ഡലങ്ങളുള്ള തൃശ്ശൂരിൽ 6 BJPക്ക് വിജയിക്കാൻ സാധിച്ചു. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ പ്രാധാന്യമുള്ള ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. അത്തരത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു യോഗത്തിനാണ് തൃശ്ശൂരിൽ തുടക്കമാകാൻ പോകുന്നത്. ഒപ്പം തന്നെ നമ്മളോടൊപ്പം BJPയുടെ മേഖലാ അധ്യക്ഷൻ കൂടി ചേരുകയാണ്, നാഗേഷ് ചേരുകയാണ്. ഇതിനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കുക. എന്താണ് ഇന്നത്തെ യോഗം കൊണ്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്? തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയാണ്. ഇന്നലെ പാർട്ടിയുടെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ അമിത്ഷാജി പങ്കെടുക്കുന്ന യോഗം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി കഴിഞ്ഞ മാസം നടന്ന ആ യോഗത്തിൻ്റെ തുടർച്ചയാണ്. എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ വാർഡുകളിൽ മത്സരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ആ മുഴുവൻ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള യോഗമാണ്. ഇതിനുശേഷം കേരളത്തിലെ എല്ലാ മേഖലകളിലും പാർട്ടി ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുക, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള യോഗമാണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലും അതേപോലെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങളിൽ കൃത്യമായിട്ട് BJPക്ക് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഈ തൃശ്ശൂരിനെ പ്രാപ്തമാക്കുക എന്നുള്ളതും ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകൾ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയോജകമണ്ഡലങ്ങളും വിജയം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും ഈ യോഗത്തിലൂടെ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിലെ എല്ലാ മേഖലകളിലും ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ നേതാക്കളിലേക്കും എത്തിക്കാനും, അതിനുവേണ്ടി സംഘടനാ ജില്ലകളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതേപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി നടത്തേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഈ ശില്പശാലയിൽ ഒരു തീരുമാനമാകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപരാജിത സെൻ, ഒപ്പം തന്നെ പ്രകാശ് ജാവ്ദേക്കർ, അതേപോലെ തന്നെ കൊച്ചിയിൽ തൃശൂരിൽ നിന്ന് സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. BJP സംസ്ഥാന ശില്പശാലയാണ് തൃശൂരിൽ അല്പസമയത്തിനകം ആരംഭിക്കുക. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയാകും.